അല്ലെങ്കിൽ ഒരു അത്യാവശ്യ തരത്തിൽ എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം കംപ്ലൈന്റ് ആയിട്ടിരിക്കുന്നത്. അത്യാവശ്യം എല്ലാവരുടെ അനുഭവം ഇത് തന്നെയാണ്. സംഭവം വേറൊന്നുമല്ല, കഴിഞ്ഞ മൺസൂൺ കഴിഞ്ഞപ്പോൾ എൻ്റെ മൾട്ടിമീറ്റർ അടിച്ചുപോയി. ഏതൊരു ഇലക്ട്രോണിക്സ് ഭ്രാന്തന്മാരുടെ കയ്യിലുണ്ടാവുന്ന ഒരു ഐറ്റമാണിത്. പക്ഷേ അത്യാവശ്യ സമയത്ത് നോക്കിയപ്പോൾ സംഭവം വർക്കിംഗ് അല്ല. എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, ഉപകാരപ്പെടും. പുതിയ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രൊജക്റ്റായിട്ട് ക്ലാസ് ഡി ആംപ്ലിഫയർ വെച്ചിട്ട് ചെറിയൊരു കുഞ്ഞൻ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഇട്ടായിരുന്നു. അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോകുന്ന ലക്ഷണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മസ്റ്റായിട്ടും കയ്യിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് മൾട്ടിമീറ്റർ. വലിയ ബഡ്ജറ്റില്ലാത്ത ബിഗിനേഴ്സിനും പ്രൊഫഷണൽസിനും വരെ യൂസ് ചെയ്യാൻ പറ്റിയ മൾട്ടിമീറ്റർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എൻ്റെ ഈ മൾട്ടിമീറ്ററിൻ്റെ ഫോൾട്ട് ഫൈൻഡിങ് ആയിരുന്നു എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ടാസ്ക്. എത്ര തന്നെ ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും മൾട്ടിമീറ്റർ കംപ്ലൈൻറ്റ് ആകുമ്പോൾ ആകെ ഒരു ആവലാതിയാണ്. നിങ്ങളുടെ കയ്യിൽ മൾട്ടിമീറ്റർ കംപ്ലൈൻറ്റ് ആകുമ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായി കിട്ടും. ചിലപ്പോഴൊക്കെ എത്ര അഴിച്ച് ക്ലീൻ ചെയ്താലും അതിൻ്റെ അകത്തുള്ള കുഞ്ഞൻ റെസിസ്റ്ററുകളായിരിക്കും കംപ്ലൈൻറ്റ്. അത് ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ മൊത്തമായിട്ട് മാറ്റുന്നതാണ് നല്ലത്. ഞാനിവിടെ പഠിച്ച പണി 18 നോക്കിയിട്ടും എൻ്റെ മൾട്ടിമീറ്റർ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ LCD ഡിസ്പ്ലേ ആണെങ്കിൽ മൊത്തത്തിൽ ഗ്ലിച്ചിങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഗ്ലിച്ചിങ് ഇഷ്യൂ കാണിക്കാൻ നേരത്ത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ക്രൂകളും ഇതേപോലെ അഴിച്ചിട്ട് അതിൻ്റെ LCD ഡിസ്പ്ലേയും ബോർഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തുള്ള അഴുക്കുകൾ നല്ല രീതിയിൽ ഇറേസർ കൊണ്ട് ക്ലീൻ ചെയ്ത് വിടുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിലുള്ള പെൻ ഇറേസർ വെച്ചിട്ട് ഞാൻ ഈ PCB അത്യാവശ്യം നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കളയുന്നുണ്ട്. അതും പോരാത്തതിന് ആ LCD ഡിസ്പ്ലേ കൂടി നല്ല രീതിയിൽ ഞാൻ അമർത്തി ക്ലീൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം മഴക്കാലം കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ കംപ്ലൈൻ്റ് ഒക്കെ കൂടുതൽ കണ്ടുവരുന്നത്. ഇങ്ങനെ ഇറേസർ വെച്ച് ഫംഗസ് ക്ലീൻ ചെയ്ത് വിടുന്നത് കൊണ്ടിട്ട് ഒരു 70% മൾട്ടിമീറ്റേഴ്സും ശരിയാവാറാണ് പതിവ്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ മൾട്ടിമീറ്ററിന് വേറെ എന്തൊക്കെയോ കുറച്ച് കംപ്ലൈൻറ്റ് കൂടി ഉണ്ടായിരുന്നു. സ്പെയറായിട്ട് എൻ്റെ കയ്യിൽ വേറെ മൾട്ടിമീറ്റർ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ കമ്പോണൻസ് ഒന്നും എനിക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റിയില്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, അത്യാവശ്യ സമയത്ത് ഒന്നും കയ്യിലുണ്ടാവില്ല. യൂട്യൂബ് ചാനലിന് വേണ്ടിയാണെങ്കിലും വീട്ടിലെ ഓരോ സാധനങ്ങൾ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാലും വീട്ടിലെ വോൾട്ടേജ് ഒന്ന് ഡ്രോപ്പ് ആയാൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ഈ ഒരു മുതലില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. യൂട്യൂബിന് വേണ്ടി ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഇതെല്ലാം ചടപടയെന്ന് കൂട്ടി ഞാൻ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോഴാണ് ഒളിഞ്ഞിരിക്കുന്ന ആ പണി എനിക്ക് മനസ്സിലായത്. ഇത് എൻ്റെ വിധി തന്നെ. എന്ത് തുടങ്ങിയാലും ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. എത്ര തിരിച്ചിട്ടും മറിച്ചിട്ടും പറിച്ചിട്ടും ഒരു അനക്കമില്ല ഈ സാധനത്തിന്. വീണ്ടും മനസ്സോടെ വീണ്ടും കുത്തിപ്പൊളിക്കാൻ തുടങ്ങി. ഇനിയും ഇതുമേ തന്നെ കിടന്ന് പണിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒരു ദിവസം തന്നെ പോകുമെന്ന് ഉറപ്പായതോടെ ഞാൻ ഒരെണ്ണം പുതിയത് വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ അതെല്ലാം വാരിക്കെട്ടി പൂട്ടി ഒരു മൂലക്കോട്ട് മാറ്റിയിട്ട് ഇതാണ് ഞാൻ വെറും 150 രൂപയ്ക്ക് ഇപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പുതിയ എൻ്റെ മൾട്ടിമീറ്റർ. അത്യാവശ്യം നല്ല ചൂടപ്പം പോലെ പോകുന്നൊരു പീസാണത്. പഴയ അതേ ബ്രാൻഡ് തന്നെ, ഒരു വ്യത്യാസമില്ല. എന്തുകൊണ്ട് ഞാൻ വീണ്ടും ഈ ബ്രാൻഡിനെ ചോദിച്ച് വാങ്ങുന്നു എന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല മൾട്ടിമീറ്റർ വേറെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് തന്നെ കാരണം. എന്തെങ്കിലും ഒരു പുതിയ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതുമേൽ എന്തെങ്കിലും അൽക്കുലത്ത് പണിയുണ്ടാവും. അതെല്ലാം വലിച്ചൂരി കളയുന്നതാണ് ആദ്യത്തെ ടാസ്ക്. എല്ലാം വലിച്ചൂരി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചുറ്റിട്ട പോലെ അടുത്ത ശകനപ്പുഴ വന്ന് വീഴും. ഇതും വർക്ക് ചെയ്യണം. എന്തോന്നൊരു ഇത് തീരുമ്പോൾ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്നുള്ള പൂതാ. പക്ഷേ ഇതങ്ങനെയല്ല. ഈ മോഡൽ മൾട്ടിമീറ്ററിന് ഇപ്പോൾ വരുന്നത് ഇതേപോലെ 3 സൈസ് ബാറ്ററിയാണ്. ഇതേ മോഡൽ പഴയ മൾട്ടിമീറ്റർ 9 വോൾട്ട് ബാറ്ററി ആയിരുന്നു. കാലത്തിൻ്റെ ഒരു പോക്കേ. പ്ലാസ്റ്റിക് നല്ല കിടിലം കവറിങ് ഉണ്ടായിരുന്നുകൊണ്ട് ബാറ്ററി ഇപ്പോഴും നല്ല പക്കയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ വേറൊന്നും ചിന്തിക്കാനൊന്നുമില്ല, ബാറ്ററി കുത്തിക്കയറ്റിലായി അടുത്ത ടാസ്ക്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ നടക്കണമെന്നില്ല. ആരും പേടിക്കേണ്ട, ബാറ്ററി സിമ്പിളായിട്ട് കയറും. അതിൻ്റെ പോസിറ്റീവ് ഭാഗം ആദ്യം അകത്തേക്ക് കയറ്റിയാൽ മതി. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയാണ്. സോ സിമ്പിളായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും തുടങ്ങി ചറപറ തിരി. എന്ത് ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങിയാലും അത്യാവശ്യം റഫായിട്ട് ആദ്യം യൂസ് ചെയ്ത് നോക്കുന്നത് എൻ്റെ ഒരു ശീലമായി പോയി. അത് അതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ ഭാഗമാണ്. തിരിച്ചും നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. സാധനം നല്ല കിടിലനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവന് വെച്ച് കുറേ പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളിലും മാറ്റിയും തിരിച്ചും ചെക്ക് ചെയ്യുന്നുണ്ട്. പുതിയൊരു മൾട്ടിമീറ്റർ വാങ്ങിയാൽ ഏതൊരാളായാലും അത് തിരിച്ചും ചെക്ക് ചെയ്ത് നോക്കാതെ ഒരു സമാധാനം കിട്ടില്ല. മൾട്ടിമീറ്റർ ഇല്ലാതെ നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കടുപ്പമാണ്. ഞാൻ ആദ്യം കരുതിയിരുന്നത് എൻ്റെ പഴയ മൾട്ടിമീറ്ററിലെ ബാറ്ററിയുടെ ഫോൾട്ട് ആയിരിക്കുമെന്നാണ്. എൻ്റെ പുതിയ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ആ കാര്യത്തിനൊരു തീരുമാനമുണ്ട്. കയ്യിലുണ്ടായിരുന്ന 2 ബാറ്ററിയും ചെക്ക് ചെയ്തതിന് ശേഷം എൻ്റെ പഴയ ബാറ്ററി ഒന്ന് കുത്തി നോക്കിയായിരുന്നു. അപ്പോഴാണ് മോനെ കാര്യം മനസ്സിലായത്. കണ്ടല്ലോ, ഒരെണ്ണം 4.45 വോൾട്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി എല്ലാം ഡ്രെയിൻ ആവുന്നതിന് മുമ്പ് തന്നെ മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചെറിയ കോമ്പോണൻസ് ഒക്കെ കംപ്ലൈൻ്റ് ആയിട്ട് മൊത്തമായിട്ട് മാറ്റേണ്ട അവസ്ഥ വരും. വീട്ടിലെ ഉപകരണങ്ങളും അതേപോലെ തന്നെയാണ്. സ്റ്റെബിലൈസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല കേട്ടോ. ലോ വോൾട്ടിൽ വർക്ക് ചെയ്ത് എൻ്റെ AC ബോർഡ് പോയതാണ്. അതൊരു പാഠമാണ് എനിക്കിപ്പോൾ. അതുകൊണ്ട് ബാറ്ററി തീരാറായെന്ന് ഇൻഡിക്കേഷൻ കാണിക്കുമ്പോൾ തന്നെ എന്ത് ഉപകരണമാണെങ്കിലും അതിൻ്റെ ബാറ്ററി കൂടി ചേഞ്ച് ചെയ്തേക്കുക. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡബ്ബിംഗ് ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കൂടെ കൂടിയേക്കണേ. നിങ്ങൾക്കായുള്ള അടുത്ത നല്ല കിടിലം വീഡിയോ ആയിട്ട് കുഞ്ഞു പ്രൊജക്റ്റുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.